വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഈ മനുഷ്യന് വേറെ ഒരു പണിയില്ല, രാവിലെ തുടങ്ങും സിമ്പിൾ പ്രോഡക്റ്റ്, ചെറിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ്. സത്യമാണ്, സിമ്പിൾ പ്രോഡക്റ്റാണ്, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. വീട്ടമ്മമാർക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഫുഡ് ഐറ്റം തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ബേക്കറികളിൽ വിറ്റഴിക്കാൻ പറ്റും, ജ്യൂസ് ഷോപ്പുകളിൽ വിറ്റഴിക്കാൻ പറ്റും, ഈവൻ വീടുകളിലും വിറ്റഴിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ, ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ബേക്കറി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഷോപ്പിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്, ആരും ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്. അതാണ് ഇന്നത്തെ പ്രോഡക്റ്റ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. ഇതാണ് ബിസ്ക്കറ്റ് എസൻസ്. നമുക്ക് ഈ ജ്യൂസ് ഷോപ്പുകൾ, ശീതള പാനീയങ്ങളൊക്കെ കിട്ടുന്ന കടകളിലും ബേക്കറികളിലും വീടുകളിലും ഒക്കെ ഇത് വിറ്റഴിക്കാം. എന്താണ് പ്രോഡക്റ്റ് എന്ന് ആദ്യം പറയാം. അതായത് ബിസ്ക്കറ്റിന്റെ ഫ്ലേവർ സാധാരണഗതിയിൽ നമ്മൾ ഷാർജ ജ്യൂസുകൾ അടിക്കാറുള്ളപ്പോൾ അതിനകത്ത് ബിസ്ക്കറ്റൊക്കെ ചേർത്താണ് അടിക്കുന്നത്. ബിസ്ക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്ലേവർ ചേർത്ത് മറ്റൊരു പെർഫ്യൂം ഇല്ലെങ്കിൽ മറ്റൊരു ഫ്ലേവറിലേക്ക് അതിനെ മാറ്റാം. അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് അടിക്കുമ്പോൾ ചേർക്കാൻ പറ്റും, മിൽക്ക് ഷേക്ക് അടിക്കുമ്പോൾ ചേർക്കാൻ പറ്റും. ജ്യൂസ് ഐറ്റം എന്തിനും ചേർക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, കേക്ക് ഐറ്റം എന്തിനും ചേർക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ബ്രെഡ്, ബണ്ണ് അങ്ങനെയുള്ള സാധനമില്ലേ, അതിനകത്ത് വേണമെങ്കിൽ ഇത് ചേർക്കാം. ഒരു ഫ്ലേവർ, ഒരു മണം, ഒരു വ്യത്യാസം വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതാണ് ബിസ്ക്കറ്റ് എസൻസ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഒരു അറിവ് ഇതിലൂടെ വരുന്നുണ്ട്. ആ അറിവ് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഡൈ ഇഥൈൽ ഗ്ലിസറിൻ ആണ്. അത് 186 മില്ലി വേണം, ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ദെൻ വേണ്ടത് ഓറഞ്ച് ഓയിലാണ്, അത് 14 ml വേണം. 2 ഐറ്റമാണ് വേണ്ടത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് പാക്ക് ചെയ്താൽ മാത്രം മതിയാകും. നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയായി കഴിഞ്ഞു, ബിസ്ക്കറ്റ് എസൻസ് റെഡിയായി കഴിഞ്ഞു. ഇതിന് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് അത്യാവശ്യമായിട്ട് എടുത്തിരിക്കണം, അല്ലാതെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല. എനിവേ വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അതിൽ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം, FSSAIയുടെ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒക്കെ വന്ന് നിങ്ങളുടെ പേരിൽ അവർ ആക്ഷൻ എടുത്താൽ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു ഐഡിയ ആണ്, നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഐഡിയ ആണ്. നിങ്ങളുടെ ടൗണിലെ കെമിക്കൽ ഷോപ്പിൽ ഈ പ്രോഡക്റ്റ് കിട്ടും. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഈ ഒരു അനുപാതത്തിൽ മിക്സ് ചെയ്ത് പാക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.